ഇന്നുണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് പരിപാടി ചെയ്യാം. വീട്ടിൽ നിന്നാലും നല്ല സുന്ദരമായിട്ട് ഒരുങ്ങി നിൽക്കണമെന്ന് അമ്മ പറയാറ്. എന്നാലേ ഒരു എനർജി ഫീൽ ചെയ്യുള്ളൂ. ഇന്നിവിടെ ഒരു സണ്ണി ഡേ ആണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പൊടികളും സാധനങ്ങളും ഒക്കെ എയർ ടൈറ്റായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി ആമസോണിൽ നിന്ന് $29 ഓർഡർ ചെയ്തൊരു സാധനമാണ് ഇത്. കുറച്ച് ഡബ്ബാസ്. എനിക്കിവിടെ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇവിടുത്തെ. കാരണം ഞാൻ ഭയങ്കര ഒരു ഫ്രൂട്ട് ലവറാണ്. ഞാൻ അങ്ങനെ പലഹാരം കഴിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അടിപൊളി ഫ്രൂട്ട്സ് കിട്ടും. ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റിയതാണ്. ഇനി നമുക്ക് ഡബ്ബാസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു പെന്നും കുറച്ച് സ്റ്റിക്കേഴ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ, പേരൊക്കെ ലേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള കുറേ ഡബ്ബാസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബേസിക്കായിട്ട് കിച്ചണിൽ വേണ്ട അത്യാവശ്യം പൊടികളെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഡബ്ബാസൊക്കെ. ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഈ ബേസിക് എന്ന് പറയുന്ന പൊടികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ജീരകം, കടുക്, അങ്ങനെ ഇഷ്ടംപോലെ പൊടികളുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം. അതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് യൂസ് ചെയ്യാനും എടുക്കാനും ഒക്കെ. പിന്നെ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ് കേട്ടോ പയറും ഇതുപോലെ വറ്റൽമുളകും കുറച്ച് ഉപ്പുമൊക്കെ. ഞാൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ് കുക്ക് ചെയ്യാൻ. അല്ലാതെ നമുക്ക് അയോഡൈസ്ഡ് സോൾട്ടൊക്കെ മീനും ചിക്കനൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്ലാന്റ്സിൻ്റെ ഹെർബ്സിൻ്റെ ഒക്കെ പേരും ബൊട്ടാണിക്കൽ നെയിമൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒട്ടും കുറച്ചില്ല. ബ്രാക്കറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലേബലിംഗ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവിന് അതിനകത്ത് അത്ര വലിയ വശമില്ല. അതുകൊണ്ട് തന്നെ അവനും കുറച്ച് പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് കൊറിയാൻഡറും ക്യുമിനും ഫെനലും ഫെനുഗ്രീക്കും ഒക്കെ കാച്ചിട്ടുണ്ട്. എൻ്റെ പോലെ ഇങ്ങനെ കിച്ചണൊക്കെ നീറ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ എത്ര പേർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇഷ്ടമായി. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ഇതിനകത്തൊക്കെ ഒരു ഇൻട്രസ്റ്റ് കണ്ടെത്തിയാൽ സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ ഒരു കൊതി. അപ്പോൾ വീണ്ടും കാണാം.